അങ്ങനെ രേവതിയെ കാണാതായി അറിഞ്ഞിട്ട് സച്ചി ആകപ്പാടെ വിഷമിച്ച് പരക്കം പാഞ്ഞടക്കാണ്. അമ്പലത്തിൽ പോലും പോയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ മനസ്സിൽ ആകപ്പാടെ വിഷമിച്ച് അവൻ്റെ മനസ്സിലുള്ളതെല്ലാം അവിടെ തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സച്ചി ഒടുക്കം മടുത്തു പോകുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരനാണെങ്കിലും പറയുന്നുണ്ട്, സച്ചി ഇനിയിപ്പോൾ നമ്മൾ എവിടെ തേടാനാ, നമുക്ക് വീട്ടിലേക്ക് പോകാം, രേവതി മടങ്ങി വന്നോളും. നീ എന്താണ് ഈ പറഞ്ഞത്? അവൾക്ക് ഇതിനോടകം എന്തെങ്കിലും അപകടം സംഭവിച്ചെങ്കിലോ? അവൾ ഇറങ്ങിപ്പോയെന്നുള്ള കാര്യം സത്യമാണ്. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിനിടയിൽ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ? എനിക്ക് ഓർത്തിട്ട് തന്നെ വല്ലാണ്ട് പേടിയാവുന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇല്ലടാ, അങ്ങനൊന്നും ഒരു കുഴപ്പം സംഭവിക്കില്ല. അവൾ നല്ല തൻ്റെ ഉള്ളപ്പോൾ പെൺകുട്ടി തന്നെയാ. അവളെ നോക്കാൻ അവൾക്കറിയാം. ഇത്രയും കാലം അവൾ ഒറ്റയ്ക്ക് എന്ത് കഷ്ടപ്പെട്ടാ ജീവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ശരത്താണെങ്കിൽ വീട്ടിൽ പോയിട്ട് പറയുന്നുണ്ട്, അവനാ ആ സച്ചിയാ എൻ്റെ ചേച്ചീനെ എന്തൊക്കെയോ ചെയ്തത്. മനഃപൂർവ്വം തന്നെ അവനോട് അടിച്ചിറക്കി വിട്ടതായിരിക്കും. പറയാൻ പറ്റില്ല. അവൻ വേണമെങ്കിൽ ചേച്ചിനെ കൊന്നു കാണും. എന്നിട്ട് അതും ആരെയും അറിയിക്കാതെ കൊണ്ടു നടക്കുക. അവൻ്റെ പേര് കുറ്റം വീഴാൻ പാടില്ലല്ലോ. അമ്മ പറയുന്നുണ്ട്, ദേ ശരത്തെ, ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറയണ്ട. സച്ചിക്ക് രേവതി എന്ന് വെച്ചാൽ ജീവനാ. ഭാര്യയും ഭർത്താവുമ്പം അങ്ങനെ പല പല അഭിപ്രായ വ്യത്യാസങ്ങളും പൊറത്തേക്കുകളും ഒക്കെ ഉണ്ടാവും. അതൊന്നും നീ കാര്യമാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയുടെ മോള് എന്നിട്ട് എവിടെ? ഇത്രയും നേരമായി, ഈ പാതിരാത്രി ആയിട്ടും രേവതിച്ച് വന്നിട്ടില്ലല്ലോ. പിന്നെ എന്താ അമ്മ പറയാനാ? ദേവ് പറയാണ്, അതേ അമ്മേ, ഇത്രയും നേരമായി ഇതുവരെ ചേച്ചി വന്നിട്ടില്ല. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? ഞാൻ കണ്ടിരുന്നു അയാളെ, പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരുന്നു ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് തരാനായിട്ട്. കണ്ടോ? എന്നിട്ടാണോ നീ പറയുന്നത് സച്ചിക്ക് സ്നേഹമില്ലെന്ന്? അമ്മേ, അയാൾ ചെയ്ത തെറ്റ് മറയ്ക്കാനായിട്ടാ അയാൾ സ്റ്റേഷനിലേക്ക് വന്നത്. എനിക്കത് മനസ്സിലായി. അമ്മയ്ക്കാ മനസ്സിലാവാത്തത്. ദേ, നീ തല്ലുകൊള്ളും കേട്ടോ എൻ്റെ നിന്ന്. മര്യാദയ്ക്ക് ഇരുന്നോണം. സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. അതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രമാണ്. ദേവ് പറയുന്നത്, ഇത് ശരത്തെ, നീ മിണ്ടാതിരുന്നേ. നീ എന്തിനാ ആവശ്യത്തെ കാര്യമൊക്കെ പറഞ്ഞ് അമ്മയെ ടെൻഷൻ എടുപ്പിക്കുന്നത്? ഇവിടെ തന്നെ ചേച്ചിയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ആകെപ്പാടെ ഞങ്ങൾ വിഷമിച്ചിരിക്കാം. ആ സമയത്താ അവൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടി വരുന്നത്. നിന്നെ ഇതൊക്കെ ചൂട് കയറ്റി വിടുന്ന ആരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. മര്യാദക്ക് ഇരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ദേവ് വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സച്ചി കരഞ്ഞുകൊണ്ട് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അവൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ രേവതി അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നതായിരിക്കും. കണ്ടവന് വിശ്വസിക്കാനാവുന്നില്ല. ഒന്നും കണ്ണു തിമ്പിട്ട് നോക്കുകയാണ് അത് രേവതി തന്നെയാണോന്ന്. രേവതി ഇപ്പോഴേക്ക് സച്ചിയെ കണ്ടിട്ട് ഓടി വന്ന്, സച്ചിയേട്ടാ, ഇത്ര നേരം എവിടെയായിരുന്നു? സമയം കണ്ടോ, 12 മണിയായി. ഇതുവരെ എവിടെ പോയി കിടക്കുകയാണെന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് രേവതിയുടെ നേരെ സച്ചി അടിക്കാനായിട്ട് കൈ ഒങ്ങാണ്. ഈ ബഹളം കേട്ടുകൊണ്ട് അതുപോലെ നമ്മുടെ അച്ഛനും അതുപോലെ അമ്മയും പിന്നെ നമ്മുടെ ശ്രുതിയും ബാക്കി എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ. വർഷ മാത്രം ഇതുവരെ വന്നിട്ടില്ല. അവൾ എന്തോ ഒരു ഡബിങ്ങിൻ്റെ ജോലിക്കായിട്ട് പോയിരിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവളാണെങ്കിൽ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ രേവതി സച്ചിയെ നോക്കി നിൽക്കുകയാണ്. അവൻ കൈ ഉയർത്തി ഇങ്ങനെ അടിക്കാൻ പിടിച്ച് നിൽക്കുകയാണല്ലോ. സച്ചിയേട്ടാ എന്ന് അവളിങ്ങനെ വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് സച്ചി അവളെ വട്ടം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും രവീന്ദ്രനും ശ്രുതിയെല്ലാം തിരിഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശ്രീകാന്തും തിരിഞ്ഞു ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറേ നേരത്തിന് ശേഷം രണ്ടുപേരും ഇങ്ങനെ വിടിയിപ്പിക്കുമ്പം അവൾ ചോദിക്കുകയാണ്, എന്ത് സച്ചിയേട്ടാ, എന്ത് കാര്യം? സച്ചിയേട്ടൻ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? എന്നെ അടിക്കാൻ കൈയോങ്ങുന്നു, പിന്നെ കെട്ടിപ്പിടിക്കുന്നു. എന്ത് പറ്റി? ആകെപ്പാടെ മുഖമൊക്കെ കരഞ്ഞ് വല്ലാത്ത അവസ്ഥയിലായല്ലോ. എന്ത് സച്ചിയേട്ടാ, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്താ പറ്റിയെന്നോ? നിനക്കൊന്നും അറിയില്ല എന്ന് ചോദിക്കുകയാണ്. എന്ത് സച്ചിയേട്ടാ, കാര്യം പറഞ്ഞില്ലേ, എനിക്ക് അറിയുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ശ്രീകാന്ത് പറയാണ്, ഏടത്ത് ഇതുവരെ എവിടെ പോയിരുന്നതാ? ഞാൻ പൂവെടുക്കാൻ പോയതാ. പൂവെടുക്കാൻ പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അല്ലെങ്കിൽ ഫോണിലെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയത്. ആരോട് പറഞ്ഞു? നീ ആരോടാണ് പറഞ്ഞത്? തോന്നുമ്പോൾ പോവാം, തോന്നുമ്പോൾ വരാം. സത്രാണല്ലോ. നിന്റെ കെട്ടിയമ്മനൊന്നും ചോദിക്കത്തുമില്ല. പൂവെടുക്കാനാണെന്ന് പറഞ്ഞാൽ പിന്നെ അവനൊന്നും പറയത്തുമില്ലല്ലോ. ഏതിലെങ്കിലുമൊക്കെ നിനക്ക് പോയി വലിഞ്ഞു കയറി വരാമല്ലോ. ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്ന സമയം 12 മണി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രയുടെ പറയായിരിക്കും. അയ്യോ ഇല്ലമ്മേ, ഞാൻ വർഷയോട് പറഞ്ഞിട്ടാ പോയത്. വർഷയോടോ? എന്നിട്ട് വർഷ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും സച്ചിച്ച് പറയുന്നുണ്ട്, അതെ വർഷയോട് ഞാനും ചോദിച്ചതാണല്ലോ. നീ ഒന്നും പറഞ്ഞില്ലെന്നാണല്ലോ വർഷ പറഞ്ഞത്. അയ്യോ സച്ചിയേട്ടാ, ഞാൻ വർഷയോട് പറഞ്ഞിട്ടാ പോയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടെ എല്ലാവരും ഇങ്ങനെ സ്റ്റൂളിൽ വന്ന് ഇരിക്കുന്നുണ്ട്. ആകെപ്പാടെ സച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞങ്ങള് ശ്രുതിയോടും ചോദിച്ചതാ. ഇത്രയും നേരം ശ്രുതിയും നിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും അവളും അന്വേഷിച്ചു എന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ.
അപ്പം അങ്ങോട്ട് വർഷ കയറി വരുന്നുണ്ട് കേട്ടോ. ഏടത്തി കൂടി വന്നിട്ടുണ്ടായിരുന്നോ? എന്നെ പൊന്നു ചേച്ചി, ചേച്ചി എവിടെ പോയതാ? ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? സച്ചേട്ടനാണെങ്കിൽ കരഞ്ഞ് നിലവിളിച്ച് എന്തൊരവസ്ഥയായിരുന്നു, എവിടെയൊക്കെ പോയിന്നറിയോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും രേവതി പറയാണ്, എന്താ വർഷ ഇത്, ഞാൻ ഇവിടെ പറഞ്ഞിട്ടല്ലേ പോയത്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടോ ഇവളൊന്നും പറഞ്ഞിട്ട് കൂടിയില്ല, മനഃപൂർവ്വമായിട്ട് ഇവളെല്ലാവരോടും കള്ളം പറയാണ്, ഇവള് ശരിക്കും പോയിട്ട് കൂടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൂടിയില്ലെന്ന് പറയുന്നുണ്ട്. അയ്യോ അമ്മേ, സത്യമായിട്ടും ഞാൻ വർഷയോട് പറഞ്ഞതാ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചിക്ക് എന്ത് പറ്റി, എന്നോട് പറഞ്ഞില്ലേ ചേച്ചി? വർഷേ, ഞാൻ എന്നോട് പറഞ്ഞതാ. എപ്പോൾ പറഞ്ഞു ചേച്ചി, എന്തൊക്കെയാ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നടന്ന സംഭവം എന്താണെന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. അവള് താഴേക്ക് ഇങ്ങനെ ഓരോ ജോലിയൊക്കെ ആയിട്ട് നിൽക്കായിരിക്കും താഴെ. ഈ സമയത്ത് അവളുടെ 2 സുഹൃത്തുക്കൾ വരുന്നുണ്ട്. ഇതുപോലെ ഒരു വലിയൊരു അമ്പലത്തിൽ, ദൂരെയുള്ള ഒരു അമ്പലത്തിൽ കുറച്ച് കൂടുതൽ ഓർഡർ ഉണ്ട്, അതൊന്ന് മാല കെട്ടി കൊടുക്കണം, പൂവിന് 3000 രൂപ കിട്ടും, വരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനെങ്കിൽ വീട്ടിലൊന്ന് പറഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവൾ നേരെ അകത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴേക്കും ചന്ദ്ര നല്ല ഉറക്കമായിരിക്കും. അവരെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് ഓർത്തിട്ട് നേരെ ശ്രുതിയുടെ മുറിയിലേക്ക്, വർഷയുടെ മുറിയിലേക്ക് പോകാം കേട്ടോ. വർഷ അപ്പോൾ നേരെ തിരിഞ്ഞു നിൽക്കായിരിക്കും. വർഷയുടെ ബാക്ക് സൈഡ് മാത്രമേ നമ്മുടെ രേവതിക്ക് കാണുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും രേവതി ഇവിടുന്ന് പറയുന്നുണ്ട്, ഇതുപോലെ വലിയൊരു ഓർഡർ ഉണ്ട്, കുറച്ച് ദൂരെ പോകണം, ഞാൻ വരാൻ രാത്രിയാവും, എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കോ എന്ന് ചോദിക്കാണ്. വർഷ അപ്പോൾ ഓക്കെ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് സംഭവിച്ചതെന്ന് രേവതി പറയാണ്. നീ പിന്നെന്താ എന്നെ വിളിച്ചു പറയാൻ ചോദിക്കുമ്പം ആ സമയത്ത് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോയതുകൊണ്ടാ ഞാൻ നിങ്ങളോട് വിളിക്കാഞ്ഞത്, പക്ഷേ പോയ വഴി തന്നെ ഫോൺ ഓഫായി പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് വർഷ പറയാണ്, അങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല. രേവതി എന്താ രേവതി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാണ്. നീ എപ്പോഴാ പറഞ്ഞെന്ന് രേവതിയോട് ചോദിക്കുമ്പം രേവതി പറയുന്നുണ്ട്, വർഷ അപ്പോഴേക്കും കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോയി, ആ സമയമാണെന്ന് പറയുന്നുണ്ട്. ഓ, അതാണോ സംഭവം? അതെയോ, അതങ്ങനല്ല, ഇത് ചെറിയ മിസ്കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ്, മിസ്കമ്മ്യൂണിക്കേഷനോ? അവനാരാ? അവനാണിടയിലെന്ന് ചോദിക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, രവിയല്ല, ശ്രുതി പറയാണ്, മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം കേൾക്കാതിരിക്കുകയും പരസ്പരം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി നമ്മുടെ വർഷ പറയുന്നുണ്ട്, ഞാനപ്പോൾ ഹെഡ്സെറ്റും കുത്തിയിട്ട് ഒരു കോളിലായിരുന്നു, ആ സമയത്ത് എൻ്റെ മാനേജറെ വിളിച്ചത്, അയാളോട് ഞാൻ വരാമെന്ന് പറഞ്ഞതാ, ഓക്കെയും പറഞ്ഞിട്ടാണ് ഞാൻ ബാത്റൂമിലേക്ക് കയറിയത്. ചിലപ്പോൾ രേവതി ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞു ഓക്കെ, ചേച്ചിക്കാന്ന് ചേച്ചി കരുതിയിട്ടും കാണും എന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണോ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് സച്ചി. വർഷ പറയുന്നുണ്ട്, ഈ ഒരു സംഭവം കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടായല്ലേ എന്ന് പറയുന്നുണ്ട്. രേവതിയോട് ശ്രുതി പറയുന്നുണ്ട്, എങ്കിലും നിനക്ക് ആരെങ്കിലും ഫോണിൽ നിന്ന് ഒന്ന് വിളിച്ച് പറയായിരുന്നല്ലോ, ഇത്ര വൈകുമ്പോൾ എന്ന് ചോദിക്കാണ്. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയില്ലേ, സച്ചിൻ്റെ ഫോണിലേക്ക് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിരുന്നു, പക്ഷെ അതിൽ നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല, അത് മാത്രമല്ല പിന്നെ ബാക്കി നമ്പർ എനിക്ക് കാണാതെ അറിഞ്ഞിടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരും തിരിച്ച് കളഞ്ഞില്ല മോളെ എന്ന് രവിയും പറയാണ്. ഈ സമയത്ത് ചന്ദ്ര പറയാണ്, അവളുടെ തോന്നിവാസം എന്ത് നടക്കുമെന്ന് അവൾക്കറിയാം, അതുകൊണ്ടാ അവൾ തോന്നുമ്പോൾ വരൂ ചെയ്യുന്നത്. ഇവിടെ ഒരുത്തനുണ്ടല്ലോ, അവന് പിന്നെ അവന്ന് ചോദിക്കാൻ നേരമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രനെ പറയാണ്. അങ്ങനെ ചന്ദ്ര തിരിഞ്ഞ് പോകാൻ പോകുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതെ എൻ്റെ അമ്മേ ഒന്ന് നിന്നേ. ചന്ദ്ര നിൽക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, അമ്മ രാവിലെ പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമില്ല, എവിടെയെങ്കിലും കിടന്നതിനെ കൊണ്ട് തല ചുമക്കാണ്, അവന് താല്പര്യമില്ലാതെ ഗതികെട്ടെന്നെ നോക്കുകയാണെന്നൊക്കെ അമ്മ പറഞ്ഞല്ലോ. ഇപ്പം എങ്ങനെയുണ്ട്? എൻ്റെ സച്ചിനെ കാണാതെ പോയപ്പോൾ എന്തുമാത്രം വേദനിച്ചൊന്ന് കരഞ്ഞൊന്നും അമ്മയ്ക്ക് മനസ്സിലായല്ലോ. അതാണ് സച്ചേട്ടന് എന്നോടുള്ള സ്നേഹം. ഇപ്പോഴെങ്കിലും സച്ചേട്ടന് ഞാൻ വെറും ഒരു പുറമ്പോക്കല്ലെന്നും എന്നെ താല്പര്യമില്ലാതെ കൊണ്ടു നടക്കുകയാണെന്നൊക്കെയുള്ള അമ്മയുടെ സംശയം അങ്ങ് മാറി കിട്ടിയല്ലോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ചന്ദ്ര ഒന്നും മിണ്ടാതെ ആകെപ്പാടെ നാണം കെട്ട് തലകുനിച്ച് കയറിപ്പോകുന്നുണ്ട്. സച്ചി പറയാണ്, നീ ആള് കൊള്ളാലോ, അമ്മയോടെന്തായാലും ചോദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അമ്മ ഇനി ഒരക്ഷരം പോലും പറയില്ല അതിനെക്കുറിച്ചല്ലേ? എങ്കിലും എന്നെ കാണാതെ പോയപ്പം ഇവിടെ ഒരാൾ വല്ലാണ്ട് വെപ്രാളം പിടിച്ചല്ലോ, മിണ്ടി പോകരുത് നീ, പോലീസ് സ്റ്റേഷനിൽ വരെ പോയി ഞാൻ. പോലീസ് സ്റ്റേഷനിലോ? എൻ്റെ ഈശ്വര, എന്തിന്? കംപ്ലൈന്റ് കൊടുക്കാൻ? അല്ലാതെ രാത്രി 12 മണിയായില്ലേ? അത് മാത്രമല്ല, നിന്റെ അനിയനെ അങ്ങോട്ടേക്ക് വന്നിരുന്നു എൻ്റെ പേര് കംപ്ലൈന്റ് കൊടുക്കാൻ. സച്ചിന്റെ പേരിലോ? എന്തിന്? നിന്നെ ഞാൻ എന്തോ ഉപദ്രവിച്ചെന്നോ, ആ പേര് നീ ഇറങ്ങിപ്പോയതാണെന്നോ, ഞാൻ നിന്നെന്തോ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടേ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിരിക്കായിരുന്നു, അതാര് പറഞ്ഞിട്ടാന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. ആന്റണി അവനെ പറഞ്ഞു വിട്ടതായിരിക്കുമെന്നും സച്ചി പറയാണ്.
രേവതി പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര വേറെ ആരോടൊക്കെ ചോദിച്ചു? നീ പൂ കൊടുക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, നിന്റെ കൂട്ടുകാരുടെ വീട്ടിലും, നിന്റെ അമ്മയോടും, ബാക്കി ഈ നാട്ടിലുള്ള എല്ലാവരോടും ചോദിച്ചു. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം പോയിട്ട് വന്നാന്ന് പറയുന്നുണ്ട്. എൻ്റെ ഈശ്വര നാളെ അപ്പം എനിക്കിനി വെള്ളിട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ എല്ലാവരോടും മറുപടി പറഞ്ഞ് മടുക്കുമല്ലോ എന്നും രേവതി പറയാണ്. നീ എന്നെ വിളിച്ചൊരു വാക്ക് പറയാന്നെങ്കിൽ ഇത് വല്ലതും നടക്കുവാണെന്നും സച്ചി ചോദിക്കുന്നുണ്ട്. പറ്റിപ്പോയി സച്ചിയേട്ടാ. ഞാനേ സച്ചിയേട്ടന് സച്ചിന് ഇഷ്ടപ്പെട്ടൊരു ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ടെറസിൽ പോയി കഴിക്കാം. സച്ചിയുടെ പാഴ്സലോട്ട് പോകും. ഞാനേ സച്ചിയേട്ടനുള്ള പ്ലേറ്റും വെള്ളമൊക്കെ ആയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവൾ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ സച്ചി നേരെ മുകളിലേക്ക് പോവായിരിക്കും കേട്ടോ. ഇത്രയും നേരമായിട്ടും അവൻ്റെ കയ്യിലും ഒരു കോള് പോലും വരാത്തതിൻ്റെ ആ ഒരു ടെൻഷനിൽ നിന്നും അപ്പോഴേക്കും അവളുടെ അമ്മ വിളിക്കുന്നുട്ടോ അങ്ങോട്ടേക്ക്. നമ്മുടെ സച്ചിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ എന്തായി? രേവതി ഇരുവ വന്നില്ലേ? അയ്യോ അമ്മേ, എന്നോട് ക്ഷമിക്കണം, ഞാനത് വിളിച്ച് പറയാൻ മറന്നുപോയി. രേവതി ഇങ്ങ് വന്നു. ഗുരുവായൂരങ്ങാണ്ട് അവൾ മാല കിട്ടാൻ പോയതാ. അതാ അത്രയും താമസിച്ചത്. വർഷയോട് അവൾ പറഞ്ഞിട്ടാ പോയത്. പക്ഷെ വർഷ അത് കേട്ടില്ലായിരുന്നു. അതാ സംഭവിച്ചത്. എന്നെ വിളിക്കാൻ അവളുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ സംഭവിച്ചതാ. അവളിപ്പത് വീട്ടിൽ വന്നമ്മേ, കുഴപ്പമൊന്നുമില്ല. അവളുടെ കൂടെ അവളുടെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഓട്ടോയിലാ വന്നത്. പ്രശ്നമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. അവള് വന്നല്ലോ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. അമ്മ ആകെപ്പാടെ പേടിച്ചു പോയെന്ന് പറയുന്നുണ്ട്. സോറി അമ്മേ, അവള് വന്ന ആ ഒരു സന്തോഷത്തില് പറയാൻ വിട്ടുപോയതാ. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളത് ടെറസിന് മുകളിലുണ്ട്, ഞങ്ങൾ ആഹാരം കഴിക്കുകയാണെന്ന് പറയാണ്. ശരി മോനെന്ന് പറഞ്ഞിട്ട് അമ്മയും കട്ടാക്കുന്നുണ്ട്. ദേവ് പറയാണ്, എന്താ അമ്മേ, ചേച്ചി വന്നു. എടാ നീയല്ലേ പറഞ്ഞത് സച്ചി ഒന്ന് ചെയ്തിട്ട് നിന്റെ ചേച്ചി ഇറങ്ങിപ്പോയെന്നൊക്കെ? അതൊന്നുമില്ല, അവള് ഗുരുവായൂർക്കേ എന്തോ ഒരു മാല കിട്ടുന്ന കേസുമായിട്ട് പോയതാ. വർഷയോട് പറഞ്ഞിട്ടാ പോയെന്ന്. പക്ഷെ വർഷ ഇത് കേട്ടില്ല. അവളുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതാ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. സച്ചി എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നും കരഞ്ഞെന്നും നീ കണ്ടതല്ലേ? അവൾക്ക് വേണ്ടി എന്തുമാത്രം ഓടി നടന്നെന്നും നീ മനസ്സിലാക്കിയതല്ലേ? ഇനിയെങ്കിലും മനസ്സിലാക്കിയോ, നിന്റെ ചേച്ചീനെ അവന് ഭയങ്കര ഇഷ്ടാ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമൊക്കെ ആയിരിക്കും. പക്ഷെങ്കിൽ രേവതി എന്ന് വെച്ചാൽ സച്ചിക്ക് ജീവനാണെന്നും ആ അമ്മ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി കാര്യങ്ങൾ ചോദിക്കുകയാണ്, ആരാ സച്ചേട്ടാ, ആരാ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അമ്മയാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ ഈശ്വര, എന്നിട്ട് എന്ത് പറഞ്ഞു? അമ്മയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാ പാവം ഉറങ്ങിയിട്ട് കൂടി ഇല്ലായിരുന്നു. അയ്യോ, ഇനി എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല സച്ചിടാ എന്നൊക്കെ പറയാൻ കേട്ടോ. രണ്ടുപേരും അങ്ങനെ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. സച്ചി പറയാണ്, ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയി. ഇനി ദയവ് ചെയ്ത് എങ്ങോട്ട് പോയാലും എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടേ പോകാവുള്ളൂ. എന്ത് ചെയ്യാൻ സച്ചിടാ, പറ്റിപ്പോയി. ഇനി അങ്ങനെ ആയിക്കോളാം. പിന്നെ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, അതിന് ശിക്ഷയാണെന്ന് കണക്കൂട്ടിയാൽ മതി. ഇന്ന് മൊത്തം എനിക്ക് വേണ്ടി അളിഞ്ഞു തീർന്ന് നടന്നില്ലേ, അതെ ദൈവം നിന്ന് ശിക്ഷയാണെന്ന് പറയുമ്പം ആയിക്കോട്ടെ എന്ന് സച്ചിയും പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇനി വരാൻ പോകുന്ന റിയൽ സ്റ്റോറി. ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.